ഹേ ഗൈസ്, അപ്പോൾ മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീടിൻ്റെ വിശേഷം കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട് വലിയ പുരോഗമനം ഒന്നുമില്ലാത്തത് കൊണ്ട്, കാര്യം അത് എഴുതുമ്പോഴത്തേക്ക് വീട് എന്ന് എഴുതാമെങ്കിലും പണിത് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര വലിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ പണി ഇപ്പോൾ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല, ഭയങ്കര അലോങ്കോലമായിട്ട് കിടക്കുകയാണ്. കാര്യം അവിടുത്തെ അടിപ്പണി, ആ പണി, ഈ പണി, മറ്റേ പണി, മറിച്ച പണി, പെയിൻറ്റുകാർ, പിന്നെ അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ആകെ എനിക്ക് തന്നെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഞാൻ കൊണ്ട് കാണിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് മാളുക്കുട്ടി ഉള്ള ഫ്രെയിമിൽ, അതും മാളുക്കുട്ടി കണ്ണാടിയും വെച്ചിട്ട് വന്നിരിക്കുന്ന ഫ്രെയിമിൽ, ഓക്കെ, കണ്ണട ശരിയാണ്, കണ്ണടയാണ് ശരിക്കും പറയണത്. പക്ഷേ എന്നാലും നമ്മൾ പഠിച്ചതല്ലേ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് ശീലിച്ച കണ്ണാടി വയ്ക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ശീലിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാളു കണ്ണട വെച്ചിട്ടുള്ള ഫ്രെയിമിലൊക്കെ വരുമ്പോഴത്തേക്ക് മാളു ഇനി കണ്ണട ചേരുന്നില്ല, ഈ മാളുവിനെ അത് മാറ്റിക്കൂടെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ കണ്ണട എന്ന് പറയുന്നത് ഇതാണ് മാളുവിൻ്റെ ആ കണ്ണട. വിഷമൊന്നുമില്ല കേൾക്കുമ്പോൾ. അത് സംഭവം ഈ കണ്ണട 2 വർഷം അങ്ങോട്ടാ. ഇത് മാളുക്കുട്ടി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഒരു സാധനമാണ്. ഞാൻ അന്നേ പറഞ്ഞു, മാളു നിനക്കിത് ചേരൂല അപ്പോൾ അന്നാണ് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു, എടേ നിനക്കിത് ചേരൂല, എന്നാലും പോയാണ്, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അവിടുത്തെ കണ്ണാടിയൊക്കെ നോക്കി പല ആംഗിളിലും വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെടുത്തൊരു സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ കുടുംബത്തോടെ എല്ലാവരും കണ്ണാടി വെക്കുന്ന ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണടയുണ്ട്, ഇവക്ക് കണ്ണടയുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു കണ്ണട കുടുംബമാണ്. നിങ്ങളുടെ കമൻറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴത്തേക്കൊക്കെ ഓടിക്കൊണ്ട് വന്ന് എന്നെ കാണിക്കും. കണ്ട അവരിങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കണേ കേട്ടോ, ഒന്ന് നോക്കിക്കേ, ഇവർ പറയുക എൻ്റെ ഗ്ലാസ് മാറ്റണം, ഒന്ന് നോക്കിക്കേ. ഞാൻ നോക്കും, മൈൻഡ് ചെയ്യൂല. കാര്യം ഞാൻ അന്നേ പറഞ്ഞാണ് ഇത് എടുക്കല്ലേ എന്ന്, കേട്ടില്ല, എന്ത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കും അവസാനം പാവം തോന്നിയിട്ട് ഞാൻ തന്നെ വിചാരിച്ച് ഓക്കെ വാ എടുത്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഗ്ലാസ് വാങ്ങിക്കാൻ പോവുകയാണ്. കണ്ണട അത് മതി. അപ്പൊ കടയിലോട്ട് പോകുമ്പോൾ പുറത്തോട്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും അതിനൊക്കെ ചൂടുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് അടഞ്ഞു പൊതിഞ്ഞു പിന്നെ ഒരു സൺഗ്ലാസും വെച്ചിട്ട് പോയ ആൾക്കാർ പറയും പട്ടി ഷോയാണെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു വൃത്തിയായിട്ട സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. വേറൊന്നുമല്ല, മാമ എർത്തിന്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. പിന്നെ ഈ സൺസ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വിറ്റമിൻ സി ആൻഡ് ടെർമറിക് ഉണ്ട്. വിറ്റമിൻ സി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും. പിന്നെ ടെർമറിക് അതിൽ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഒരു നാച്ചുറൽ ഗ്ലോ ബൂസ്റ്റ് ചെയ്യും. മാമ എർത്ത് വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ഹാർംഫുൾ UV റേസിൽ നിന്ന് സൺബേണിന് പ്രൊട്ടക്ഷൻ തരാൻ മാത്രമല്ല നമ്മുടെ പ്രീമേച്ചർ ഏജിങ്ങും പ്രിവെന്റ് ചെയ്യും. സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മാമ എർത്ത് അത് കണ്ട് മനസ്സിലാക്കി നമുക്ക് എന്താണോ ആവശ്യം അത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത്രയും വെയിലും ചൂടും ഉള്ള സമയത്ത് സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങണെ പറ്റി ചിന്തിക്കേ വേണ്ട. കാരണം അത്രയും നമ്മൾ കരിഞ്ഞ് ഊപ്പാടായി പോകും. പറ്റ തള്ള പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് പേടിക്കേ വേണ്ട. ഇതിൽ SPF 50 PA++++ 4 പ്രൊട്ടക്ഷൻ വരെ ഉണ്ട്. ഇനി ഈ സൺസ്ക്രീനിൻ്റെ ടെക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയിക്കോളും. ഇത് നോൺ ഗ്രീസി ആണ്. അപ്ലൈ ചെയ്ത വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുന്ന പേടിക്കേ വേണ്ട. ഇത് 0 വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആക്കി വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു ഗ്ലോയും തരും. ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. സേഫ് സർട്ടിഫൈഡും ആണ്. മാമ എർത്ത് പ്രോഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക കൂടാതെ നിയർ ബൈ സ്റ്റോറിലും അവൈലബിൾ ആണ്. എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത മാമ എർത്തിന്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്ന് 20% ഓഫ് കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ ഗായ്സ് നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ്. കാഴ്ച ഇവക്ക് ഒട്ടുമില്ല ഗായ്സ്. 2.5 3.2 ആണ്. കണ്ടല്ലോ നിങ്ങൾ. അതായത് ഇവക്ക് ഒരു വക ദൂരമുള്ള സാധനങ്ങൾ കാണാൻ പറ്റൂല. അതിന് നമ്മൾ ഇന്നാളൊരു ദിവസം അഖിലനാഥിയുടെ കല്യാണം, അപ്പം ബസ്സിലാണ് പോയത്. അപ്പൊ കോട്ടയം ബസ് നോക്കി കയറാൻ പറഞ്ഞപ്പോ ഇവിടെ ഓടിച്ചു വന്നിട്ട് ഇവിടെ വെഞ്ഞാറമൂട് എത്തിയപ്പോഴത്തേക്ക് ചെന്ന് കയറിയത് കൊട്ടിയം ബസ്സിലായിരുന്നു. ഞാൻ ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ കണ്ണാടിയുടെ കുഴപ്പമില്ല, വായിക്കാൻ അറിഞ്ഞൂടാ, മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. ലെൻസ് വെച്ചിട്ട് പോലെ അപ്പൊ വായിക്കാൻ പറ്റി. തെറ്റായ ബസ്സിൽ കയറിയെങ്കിൽ അറിയാലോ. അപ്പൊ അത് മലയാള അക്ഷരങ്ങൾ നേരെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിഞ്ഞൂടാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ നീ ഇനി കണ്ണാടി പറ്റിയിട്ട് കാര്യമില്ല. നീ ഇങ്ങനെ മാളുവിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഉണ്ടാക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല.
ഞാൻ സഹായിക്കണോ അവള്? വാർദ്ധക്യത്തിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നേത്ര രോഗമാണ് അത് വെച്ചെടുക്കും. അതിൽ വേണമെങ്കിൽ ചെയ്യാം, അതിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ചോദിക്കാണ്, പണ്ടത്തെ ഫാഷൻ കിളവിയാരൊക്കെ 80s സിനിമയിലൊക്കെ വെക്കുന്ന സാധനം. ഇതെന്റെ സുകുമാരി ചേച്ചിയൊക്കെ പണ്ട് ഏതെങ്കിലും ഫ്രെയിം വെയിറ്റ് കുറവതോ അങ്ങനത്തെ മതി. മേളത്തെ ഗോൾഡ് അത് നോക്ക് അച്ഛന്മാരാ പവറേഷ്. അത് നിന്റെ മൂക്ക് ശരിയല്ലാത്തോണ്ടാണ്. രണ്ടും കൊള്ളാം, നിനക്ക് രണ്ടും ചേരുന്നുണ്ട്. അങ്ങനെയല്ലേ എന്റെ ഇവിടത്തെ ഈ ഭാഗത്താണ് ഗ്യാപ്പ് തോന്നാൻ. ഇങ്ങനെ ഇൻ കേസ് നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നണമെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റേ ആശാരി ഇല്ലേ, പുള്ളിയെടുത്ത് പറഞ്ഞ് ചെറിയൊരു ആപ്പ് അടിക്കണം. നിങ്ങൾ എന്നെ കോമഡിക്കുള്ളത് ഇനി ആപ്പ് അടിച്ച് വെച്ചാൽ മതി. അപ്പൊ ടൈറ്റ് ആയിട്ടിരുന്നോ. കമന്റ് ബോക്സിൽ ഈ കോമഡിക്കുള്ള എന്റെ റിപ്ലൈ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കണം. എനിക്കും കല്ലേറി അങ്ങനെ നോട്ട് പൂച്ചക്കണ്ണല്ല, കണ്ണാടിയുടെ പേരാണ് കാറ്റ് ചെയ്യുന്നത്. അതായത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു ഫ്രെയിമിനെ പറയണയാണ് കാറ്റ്. എങ്ങനെയുണ്ട്? മതിയാ? അപ്പൊ ഇത് വേണ്ടല്ലോ, മാറ്റണ്ടില്ലല്ലോ. ഇത് സ്റ്റൈലാണ്. ഇതിന്റെ വൈറ്റ് വേണമെങ്കിൽ എടുക്കാം. അതിന്റെ വൈറ്റ് ഉണ്ടാവുന്ന വൈറ്റ്. എനിക്ക് കണ്ണാടി നോക്കാൻ വന്നത് അവസാനം പൊത്തൊന്നും നോക്കി. എനിക്കാ ചേട്ടനാ വന്നത്. കൊറേ ഉണ്ടല്ലേ, എനിക്ക് നോക്കി വന്നെയാണ്. എക്സ്ചേഞ്ച് ഇല്ലെന്ന്. ഇതെങ്ങനെയുണ്ട്? ഒരു ഭീഷ്മ മമ്മൂട്ടി സ്റ്റൈല് തോന്നുന്നുണ്ടോ? ഇതാണോ ഭീഷ്മയിലെ മമ്മൂട്ടി? എടുത്ത് വെച്ചിക്കണേ. ഇതും കൊള്ളാം. എനിക്കെടുക്കാൻ വന്നിട്ട് ഞാൻ ആകെ എടുത്ത ഈ ഒരെണ്ണമാണ്. ചേട്ടൻ 10-32 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും എനിക്ക് അത്ര വേണ്ട. പക്ഷെ എന്ത് ചേട്ടന് താടിയും മീശയ്ക്ക് ഈ ഒരു കണ്ണാടി ചേരണില്ലാത്ത പോലെ. എനിക്ക് ഈ കണ്ണാടി എങ്ങനെയുണ്ട്? എനിക്ക് വെച്ച് നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ആണിത്. പക്ഷെ എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഒരു ഡോക്ടറിനെ പോലെ തോന്നുന്നില്ലേ? ഡോക്ടർ യൂസ് ഒരു കണ്ടാൽ മാനിനെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒരു ലുക്കില്ല. പക്ഷെ ഞാൻ തൽക്കാലം ഇത് എടുക്കുന്നില്ല. എന്റെ ഷോ നോക്ക്. ഷോ കണ്ടാത്തൊന്നും ധവന്റെ കടയിൽ ഈ ചേട്ടൻ കസ്റ്റമർ ആയിട്ട് വന്ന് നിൽക്കുകയാണെന്ന്. സരോജ് കുമാർ, അത് പൊട്ടിക്കരുത്. പിന്നെ ഫൈനലി ഗൈസ്, ഞാൻ എന്താ ഈ ലെൻസ് അല്ല ഈ ഗ്ലാസ് എടുത്ത് ലെൻസ് എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി മുതൽ എന്നെ കാണാൻ പോകുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും. ഇതിൻ്റെ ഗോൾഡൻ ഫ്രെയിമാണ്, ഗോൾഡൻ സാധനം. ഒരു നമ്മുടെ പ്രാഞ്ചേട്ടൻ സ്റ്റൈല് കണ്ടാ മതി. ഇനി മാളുവിൻ്റെ ഫൈനൽ കാണിച്ചു തരാം. ക്യാറ്റായി. ആ, ഇത് ഈ ഒരു സാധനമാണ് മാളു എടുത്തിരിക്കുന്നത്. ഇത്രയും വലുതെടുത്താൽ എന്താണെന്ന് ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് പറയണം. നല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ആണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ചേട്ടനാണ്. ഇനി ആരും കുറ്റം പറയരുത്. വേണമെങ്കിൽ നിനക്കിപ്പോൾ ഇതിന് ചെറുതാ എടുക്കണമെങ്കിൽ നോക്കി ചെറുതെടുത്ത്. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ കണ്ണാടിയെല്ലാം നോക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 3:40 ആയിട്ട്. ഓ, അതിന്റെ അകത്തൊന്നും പറഞ്ഞതേ ഇല്ല. പക്ഷെ ഇപ്പൊ നല്ല വിശപ്പടിക്കണം. വീട്ടിലോട്ടല്ലേ പോണത്? വിശപ്പൊക്കെ മാറിക്കോ ചേട്ടാ. നല്ല മണമൊക്കെ അടിക്കണം ഏട്ടാ. മണം അടിക്കണ അതിന് ഇങ്ങനെ ഗ്ലാസ് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ മണമുണ്ടോ? മണമുണ്ടോ? ഇപ്പൊ കണ്ടോ മണമൊക്കെ പോയതന്നെ. അത് അത്രേ ഉള്ളത്. എന്തായാലും അതൊരു സ്നേഹം ഇല്ല. എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് മേടിച്ചു തരണമെന്ന്. അതിന് വേണ്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും പറയണത്. വീട്ടിൽ പോയി മേടിച്ചു തരാം. എവിടെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാട്. കണ്ട, എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു ബിരിയാണി, ഒരു നെയ്ച്ചോറ് മാത്രം മേടിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് തിന്നണണ്ട. എനിക്ക് വേണോ വേണ്ടേ എന്ന് പോലും ചോദിച്ചില്ല. മുഖത്ത് നോക്കണില്ല, തീറ്റി. ഓക്കെ, തിന്ന് തിന്ന് തിന്ന്. അത് പിഴിഞ്ഞിടാനുള്ളതാണ്. ഓരോ നീരെല്ലാത്തിനും പറ്റി. ഞാൻ കഴിച്ചോന്ന് ചോദിച്ചാടി നീ? എനിക്ക് വെറും 4 പ്ലേറ്റ്. ഞാൻ തരും 4 പ്ലേറ്റ് തിന്നാ. ഇതും കൂടെ നീ തന്നെ വെച്ചോ. നീ കഴിച്ചോ. ഇവളെന്തായാലും ഇത് മുഴുവൻ തിന്നൂല. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ഒരെണ്ണമേ ഓർഡർ ചെയ്ത് കൊടുത്തേ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് ഈ കാണുന്ന കൊതി മാത്രമേ ഉള്ളൂ. അതെ, എന്റെ കൊതി തീർന്നപ്പോ ബാക്കി ചേട്ടൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു വീട്ടിൽ പോയിരുന്നു കഴിക്കാൻ. കേൾക്കൂല. ഈ 2 ലൈമും കൂടി പറഞ്ഞു. ഇത്രയൊക്കെ തണുപ്പ് മതി. എവിടെ ഫുഡ് വേസ്റ്റ് ആക്കിയോ? വേസ്റ്റ് ആക്കരുത്. ആക്കിയാണല്ലോ കൊല്ലു ഞാൻ. അപ്പോൾ ഗൈസ്, എല്ലാ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിരിക്കണം. ഇനി നമുക്ക് 3-4 ദിവസത്തിനകത്ത് അവർ സാധനം തരും. അത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ലുക്കിലായിരിക്കും കാണാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ വീടിൻ്റെ പരിപാടിയും ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു വ്ളോഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ കിട്ടാ. ബൈ, സീ യു.